തുണിയഴിച്ച് എക്സ്പോസ് ചെയ്യുന്നതാണോ സ്ത്രീ സ്വാതന്ത്ര്യം? ഇന്ന് നമ്മൾ പലപ്പോഴും സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ചർച്ചകൾ കൂടുതലായും വസ്ത്രധാരണത്തിൽ എത്തി നിൽക്കുകയാണ്. എന്നാൽ ഒരു നിമിഷം ചിന്തിച്ചാൽ മനസ്സിലാകും, യഥാർത്ഥ സ്വാതന്ത്ര്യം അതിനേക്കാൾ വളരെ വലുതാണെന്ന്. ഒരു സ്ത്രീ രാത്രിയിൽ ഭയമില്ലാതെ യാത്ര ചെയ്യാൻ കഴിയുന്നത്, അവളുടെ സ്വപ്നങ്ങൾ പഠനത്തിലൂടെ ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്നത്, സ്വന്തം കഴിവിലൂടെ തൊഴിൽ നേടി ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ കഴിയുന്നത്, അവളുടെ അഭിപ്രായങ്ങൾ കേൾക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യുന്നത്, ഇവയാണ് യഥാർത്ഥ പുരോഗമനത്തിന്റെ അടയാളങ്ങൾ. വസ്ത്രധാരണം ഓരോരുത്തരുടെയും വ്യക്തിപരമായ തിരഞ്ഞെടുപ്പാണ്. പക്ഷേ ഒരു വസ്ത്രം ധരിച്ച ശേഷം അതിൽ ഒരാൾക്ക് അസ്വസ്ഥത തോന്നുന്നുവെങ്കിൽ അത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. കാരണം സ്വാതന്ത്ര്യം എന്നത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി സ്വന്തം കംഫർട്ട് ഉപേക്ഷിക്കുന്നതല്ല. സ്വന്തം ശരീരത്തിലും തീരുമാനങ്ങളിലും ആത്മവിശ്വാസത്തോടെ നിലകൊള്ളാൻ കഴിയുന്നതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. പുരോഗമനം ശരീരം കൂടുതൽ കാണിക്കുന്നതിലല്ല, മറിച്ച് സ്ത്രീയെ ഒരു മനുഷ്യനായി, വ്യക്തിത്വമായി ബഹുമാനത്തോടെ കാണാൻ പഠിക്കുന്ന സമൂഹത്തിലാണ്. ഒരു സ്ത്രീ സാരിയിലായാലും മോഡേൺ വസ്ത്രത്തിലായാലും അവളുടെ മാന്യത കുറയുന്നില്ല. കാരണം മാന്യത വസ്ത്രത്തിലല്ല, മനസ്സിലാണ്. ബഹുമാനം വസ്ത്രം നോക്കി നൽകേണ്ടതല്ല, മനുഷ്യനെന്ന നിലയിൽ നൽകേണ്ടതാണ്. അതുകൊണ്ട് സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വസ്ത്രത്തിൽ ഒതുങ്ങാതെ സുരക്ഷയിലേക്കും സമത്വത്തിലേക്കും വിദ്യാഭ്യാസത്തിലേക്കും തൊഴിൽ അവസരങ്ങളിലേക്കും സാമൂഹിക ബഹുമാനത്തിലേക്കും വളരേണ്ട സമയമാണിത്. കാരണം യഥാർത്ഥ പുരോഗമനം ഒരാൾ എന്ത് ധരിക്കുന്നു എന്നതിലല്ല, അവർക്ക് ഭയമില്ലാതെ ബഹുമാനത്തോടെ ആത്മവിശ്വാസത്തോടെ ജീവിക്കാൻ സമൂഹം അനുവദിക്കുന്നുണ്ടോ എന്നതിലാണ്.